ഹലോ മൈ വ്യൂവേഴ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ നിങ്ങൾക്കായി കാണിക്കുന്നത് വീട്ടിൽ തന്നെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പാൽപ്പൊടിയാണ്. എല്ലാവരും കടയിൽ നിന്ന് വാങ്ങുന്നതായിരിക്കും അല്ലേ പാൽപ്പൊടി. അപ്പോൾ നമുക്കിത് എങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ഒരു പാന് വെച്ച് അതിലേക്ക് 1 ലിറ്റർ പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ച് പാൽ നമുക്ക് നന്നായി കുറുക്കിയെടുക്കാം. ഇത് ഇടയ്ക്കിടയ്ക്കൊന്ന് ആദ്യം ഇളക്കി കൊടുക്കണം. പാലിപ്പോൾ കുറുകി വന്നിട്ടുണ്ട്. പകുതിയോളം പാല് കുറുകിയിട്ടുണ്ട്. ഇനി നമുക്ക് പാനിലെ സൈഡിലുള്ളതൊക്കെ ഒട്ടിപ്പിടിച്ചതൊക്കെ ഒന്ന് നമുക്ക് മാറ്റി കൊടുക്കാം. ഇനി കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പാൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അടി പിടിക്കാതെ പാൽ ഇളക്കിക്കൊണ്ടിരിക്കണം. പാലിപ്പം കുറുകി തുടങ്ങിയിട്ടുണ്ട്. ഏകദേശം ഒരു അര ഭാഗത്തോളം പാല് കുറുകി വന്നിട്ടുണ്ട്. പാല് തിക്കായി തുടങ്ങിയിട്ടുണ്ട്. കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ പാനിൽ നിന്ന് വിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ലോണം തിക്കായിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ടതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. സ്പൂൺ വെച്ച് നമുക്ക് പ്ലേറ്റിലേക്ക് നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരു 3 മണിക്കൂർ അല്ല 4 മണിക്കൂറോളം വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം. ഒരു മിക്സിൻ്റെ ജാർ എടുത്ത് അതിലേക്ക് ഈ പാലിൻ്റെ പൗഡർ നമുക്ക് ആഡ് ചെയ്ത് നന്നായി പൊടിച്ചെടുക്കാം. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ചെറിയൊരു മധുരം ഉണ്ടാവും പാൽപ്പൊടിക്ക്, അതിന് വേണ്ടിയിട്ടാണ് പഞ്ചസാര ആഡ് ചെയ്യുന്നത്. നല്ല പൊടിയായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം ഇതൊരു അരിപ്പയിൽ വെച്ച് അരിച്ചെടുക്കാം. എനിക്കിപ്പോൾ 1 ലിറ്റർ പാലിൽ നിന്ന് 250 ഗ്രാം പാൽപ്പൊടിയാണ് കിട്ടിയിരിക്കുന്നത്. വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ പാൽപ്പൊടി റെഡിയായിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.